ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്റ്റേക്കേഷനാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും. നമ്മൾ ഊട്ടിയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് റിസോർട്ടാണ്. ഏകദേശം ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള ഒരു കൺസ്ട്രക്ഷനിലുള്ള റിസോർട്ടാണ് ക്ലൂണി മാനർ റിസോർട്ട്. ഞങ്ങൾ ഡെൻ്റൽ അസോസിയേഷൻ്റെ ഒരു ഫാമിലി ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും ഉണ്ട്, കൂടെ ഞങ്ങളുടെ കൂട്ടുകാരും ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് ക്ലൂണി മാനർ റിസോർട്ടിലെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. റൂംസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഗാർഡനും ലോണും ഒക്കെയാണ്. നല്ല ഗ്രീനറി, അതിൻ്റെ ഒപ്പം തന്നെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ലോൺ ഏരിയ. ഒരുപാട് സ്റ്റോൺ ബെഞ്ചസും ചെയറുകളും ഒക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. ഏകദേശം ഒരു വൈകുന്നേരം 3 മണിയോടടുത്ത സമയമാണ്. അപ്പോൾ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിന് മുന്നേ, മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ വീഡിയോസൊക്കെ ഇന്ന് എടുക്കാമെന്ന്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് നല്ല ഹാങ്ങിങ് പോട്ട്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ഒരു ലോൺ ഏരിയയും ഗാർഡൻ ഏരിയയാണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കും ഒരുപാട് ഏരിയാസ് ഉണ്ട് ഈ ഒരു റിസോർട്ടിന്. കാണുമ്പോൾ നമുക്ക് ഒറ്റ നിലയിൽ ചെറിയൊരു മോഡലായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയല്ല, ഉള്ളിലേക്ക് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോയാലോ? ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ലഞ്ച് നല്ല അടിപൊളിയായിരുന്നു. നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ടുള്ള അടിപൊളിയൊരു ലഞ്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗം കുറച്ച് റൂംസ് ഇവിടെയുണ്ട്. ചെറിയ എല്ലാം ഇങ്ങനെ ഒരു നില മാത്രമുള്ള റൂംസാണ്. ഹെറിറ്റേജ് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അതിൻ്റെ പുറത്ത് തന്നെ ചെറിയ ഗാർഡനും അതുപോലെ ലോണും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേലി ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ചെമ്പരത്തി ഇങ്ങനെ അധികം വിടർന്ന് നിൽക്കാത്ത ഈ ഒരു ചെമ്പരത്തിയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മുടെ വേലിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ബൗണ്ടറി തിരിക്കാനൊക്കെ ആയിട്ട് ഇത് നട്ടുപിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ റിസോർട്ടിൽ വന്നപ്പോൾ ഇത് നല്ല ഭംഗിയിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരുപാട് വിലയുള്ള ചെടികളൊക്കെ മേടിച്ച് നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യും. പക്ഷേ എത്ര സാധാരണയുള്ള ചെടികളാണെങ്കിൽ പോലും നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള വള്ളിച്ചെടി, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നതാണ്. പക്ഷേ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഇത് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. ഇവരുടെ കോൺഫറൻസ് ഹാളാണ് ഇത്. 2 വലിയ ഡോറൊക്കെ ആയിട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കോൺഫറൻസ് ഹാളിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാം ഊട്ടി നഗരത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം. അത്രയും നല്ലൊരു വ്യൂ ആണ്. നമുക്കറിയാലോ, ഊട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ കോടമഞ്ഞും തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും അതുപോലെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെയുള്ള ഊട്ടിയുടെ ഒരു കാഴ്ച ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറിലുള്ള ഒരു ചെമ്പരത്തിയാണ്. അതിൻ്റെ ലീവ്സിലും അതുപോലെ തന്നെ പച്ചയും മഞ്ഞയും കളറൊരു കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഈ ഒരു റിസോർട്ടിൽ ഇതുപോലുള്ള ഒരുപാട് ഷേപ്പുകളിൽ ട്രീസ് ഇതുപോലെ ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് ഓരോന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഊട്ടിയിൽ വന്ന ഏറ്റവും ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് പൈൻ ട്രീസ്. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഒരുപാട് കളറിലുള്ള ഡാൻസിങ് ലില്ലീസാണ് ഇത്. നിങ്ങളും പലരും കണ്ടിട്ടുള്ള ഒന്നായിരിക്കും ഡാൻസിങ് ലില്ലീസ്. ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്. ഡാൻസിങ് ലില്ലി തന്നെ വേറൊരു കളറിൽ. ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയില്ലേ? ചെറിയ വള്ളിക്കുടിലൊക്കെ പോലെ ഈ ഒരു ഷേപ്പിൽ വെട്ടി നിർത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീപ്പേഴ്സൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പാസേജാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തും നമുക്ക് കുറച്ച് റൂംസ് ഉണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ബാക്ക് സൈഡിലും കുറച്ച് റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റിസോർട്ടിലെ മനോഹരമായ കാഴ്ചകൾ. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഈ ഒരു റിസോർട്ടിലെ സ്റ്റേ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു റിസോർട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള റിസോർട്ടുകളുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കമൻറ്റ് ബോക്സിൽ കാണാറുള്ളൊരു ചോദ്യമാണ് റൂംസിൻ്റെ താരിഫ് എത്രയാണ് എന്ന്. ഈ ഒരു റിസോർട്ടിലെ താരിഫ് എന്ന് പറയുന്നത് ഏകദേശം 3500 രൂപ മുതൽ 6500 രൂപ വരെ റേറ്റിലുള്ള പല ടൈപ്പിലുള്ള റൂംസ് അവൈലബിൾ ആണ്. ഇത് സീസൺ അനുസരിച്ച് ഇതിൻ്റെ പ്രൈസിൻ്റെ റേറ്റിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് വിവിധ ആപ്പുകൾ വഴി ഇതിനകത്ത് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.